Hi friends, welcome to Chully videos. ഇന്ന് നമുക്കൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. സാധാരണ നമ്മൾ മൈദയും ഗോതമ്പ് പൊടിയൊക്കെയാണ് കേക്ക് ബാറ്ററിന് വേണ്ടി മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇന്ന് നമുക്ക് പച്ചരി ചേർത്തിട്ട് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് കുതിർത്തിയെടുത്ത പച്ചരിയാണ്. ഞാനിവിടെ ഒരു 250 ഗ്രാം പച്ചരി 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുതിർത്തിയ പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഞാൻ 2 മീഡിയം സൈസ് ക്യാരറ്റ് ആണ് എടുത്തേക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ആവശ്യം വന്നാൽ മാത്രം ചേർത്താൽ മതി. ക്യാരറ്റിൻ്റെ നീരിൽ തന്നെ നമുക്കിത് അരച്ച് കിട്ടും. ഇനി പോരാതെ വന്നാൽ മാത്രം പാൽ ചേർത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് നല്ല ജ്യൂസി ആയതുകൊണ്ട് പാലിൻ്റെ ആവശ്യം വന്നതേ ഇല്ല. ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടാണിത് അരച്ചേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് അല്പം വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മുമ്പ് കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. അരിമാവ് അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് തിക്കാൻ വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. നല്ല തിക്കിലാണ് നമുക്കിത് അരഞ്ഞ് കിട്ടിയെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ല. ഇനി ഈസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് പൊടിച്ചാണ്, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതൊരു 3 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം. അതിനുശേഷം വേണം ഇത് റെഡിയാക്കാനായിട്ട്. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിറയെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ശരിക്കും മിക്സ് ചെയ്തെടുക്കണം. ബബിൾസൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് ഉടയ്ക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് സ്വല്പം ഓയിൽ തേച്ച് കൊടുക്കാം. ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കാം. നമുക്കിത് ഇഷ്ടമുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നിറയെ ഹോൾസ് ഉള്ള ഒരു അപ്പത്തട്ടും വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ച് വേവിക്കാം. 30 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തുറക്കുന്നത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ അരിമാവ് ഉപയോഗിച്ചിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്ക്, ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആണ്, വളരെ ഹെൽത്തിയുമാണ്. നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്